നമസ്കാരം, മഞ്ജുഷയാണ്. കൃത്യമായൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിലൂടെ, ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നത് സ്ഥിരമായി വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടാനുള്ള ആ ശ്രമം അത് നിങ്ങൾ തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടെക്നിക്കുകളൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും നെഗറ്റിവിറ്റി, പ്രൊക്രാസ്റ്റിനേഷൻ, ഓവർ തിങ്കിങ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പലർക്കും പറ്റാറില്ല. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടും ഇനിയെങ്കിലും ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരണം എന്ന് ശക്തമായി ആഗ്രഹിക്കുന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതുപോലെയുള്ള പോഡ്കാസ്റ്റുകളോ വീഡിയോകളോ കാണാൻ സമയം മാറ്റിവെക്കുന്നത്. ലോക പ്രശസ്ത നിക്ഷേപകനും ശതകോടീശ്വരനുമായ വാറൻ ബഫറ്റ് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഈസ് ഇൻ യുവർ സെൽഫ് എന്നാണ്. എന്തായാലും ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചൊരു നിങ്ങളെ സൃഷ്ടിക്കാനുള്ള ശക്തമായൊരു തീരുമാനമെടുത്ത വ്യക്തിയാണ് നിങ്ങൾ. നമ്മുടെ ഈ 21 ഡേ ചലഞ്ചിലൂടെ നമ്മളെ സ്വയം ഒന്ന് ചലഞ്ച് ചെയ്യാനുള്ള ഓരോ ചെറിയ ടാസ്കുകളാണല്ലോ ഞാൻ തരാറുള്ളത്. ഇന്നത്തെ ടാസ്ക് നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ ആ മാനിഫെസ്റ്റേഷനെ ഒന്ന് ഇഫക്റ്റീവ് ആക്കാനുള്ള 1-2 തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും ഉണർന്ന ഉടനെയുമുള്ള സമയം ഇഫക്റ്റീവായി ഈ സമയം പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ ഒന്ന് മാറ്റിപ്പിടിച്ചേ പറ്റൂ. രാത്രി വൈകി കിടക്കുകയും ഉറക്കം വരുന്നത് വരെ ഫോണിൽ നോക്കിയിരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം അങ്ങ് മറന്നേര്. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഈ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവണമെങ്കിൽ ചിന്തകളുടെ കൂമ്പാരമായ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് ചിന്തകളുടെ ട്രാഫിക് ഒന്ന് കുറച്ചു കൊണ്ടുവന്ന് ഉപബോധ മനസ്സിനെ ഉണർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഈ ബോധ മനസ്സിനെ ഒന്ന് ഉറങ്ങാൻ വിടണം. അതിന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ രാത്രി ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ കിടക്കണം. ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപേ നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും എടുത്ത് മാറ്റി വയ്ക്കണം. ഗാഡ്ജറ്റ്സിൽ നിന്നുള്ള ഈ ഡിസ്കണക്ഷൻ ഒരു 8 മണിക്കെങ്കിലും തുടങ്ങിയാലേ ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനുള്ള ആ വഴിയൊന്ന് തുറന്നു കിട്ടുകയുള്ളൂ. വളരെ ലൈറ്റായി ഡിന്നർ കഴിച്ച് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പേ എല്ലാ സ്ക്രീനുകളും ഒന്ന് കട്ട് ചെയ്ത് ഫാമിലിക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഒരു നല്ല ദിവസത്തിന് ഈ പ്രപഞ്ച ചൈതന്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നുറങ്ങാൻ ശ്രമിച്ചു നോക്കൂ. കൺസിസ്റ്റൻ്റായി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ ഇന്നത്തേക്ക് ഇത്രയും മതി. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം.